ലെറ്റ്സ് സേ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഫൗണ്ടേഴ്സ് ഷുഡ് ബി ഫോക്കസ് ഓൺ ഡിസ്ട്രിബ്യൂഷൻ. ആ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ആണല്ലോ. വി ആർ ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൻ ആയിരുന്നു. നമുക്ക് ഏകദേശം പറഞ്ഞില്ല 50 യൂട്യൂബ് ചാനൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് 0 ആണ്. CAC is very 0. കാര്യം നമുക്ക് ഡയറക്ട്ലി നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കറക്റ്റ്ലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും. ഇപ്പൊ Xylem SSLC 1.5 million ഉണ്ട്. പക്ഷേ വൺ ഓഫ് ദി ടോപ്പ് യൂട്യൂബ് ചാനൽ ഇൻ കേരള. പക്ഷെ നോർമൽ ഓഡിയൻസിന് അത് അറിയില്ല. കാര്യം അതിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ആണ്. ഞാൻ ഇന്നലെ ഈ പോഡ്കാസ്റ്റിന്റെ ഭാഗമായിട്ട് റിസർച്ച് സമയത്താണ് ഞാൻ Xylem അടിച്ചപ്പോ കുറെ ചാനൽസ് ഉണ്ട്. Xylem 8, Xylem 9. അപ്പൊ 8ാം ക്ലാസ് പിള്ളേർക്കുള്ള ചാനൽ മാത്രം എക്സ്ക്ലൂസീവ് ചാനലാണ്. കാര്യം ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ അങ്ങനെ 50 ചാനൽസ് ഉണ്ട്. 50 ചാനൽസ്. അതിന്റെ കാരണം വെച്ചാൽ നമുക്ക് എക്സ്ക്ലൂസീവ് ചാനൽ അല്ല എങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ 8ാം ക്ലാസ്സിൽ ഒരു കണ്ടന്റ് അതിലിടുകയാണ്. അപ്പം അത് നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൽ കയറുന്ന ഒരു 9ാം ക്ലാസ്സുകാരനാണെങ്കിൽ അയാൾ ബാക്ക് അടിക്കും. അപ്പം അതിന്റെ ആവറേജ് വാച്ച് ടൈം കുറയും. യൂട്യൂബിന് അറിയില്ലല്ലോ ഇത് 9ാം ക്ലാസ്സുകാരനാണോ 8ാം ക്ലാസ്സുകാരനാണെന്ന്. അപ്പം നോട്ടിഫിക്കേഷൻ ആൻഡ് റീച്ച് ആണ് യൂട്യൂബിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് എക്സ്ക്ലൂസീവ് കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം SSLC-യിലുള്ള ഒരു കണ്ടന്റ് SSLC-ക്കാർ മാത്രമേ നോട്ടിഫിക്കേഷൻ പോവുള്ളൂ. അപ്പം 8ാം ക്ലാസ്സിന് മാത്രമേ പോകുന്നുള്ളൂ. അതേസമയം നമ്മൾ എല്ലാം കൂടെ ഒറ്റ ചാനലാണെങ്കിൽ നീറ്റിന് വേണ്ടി ഇട്ട കണ്ടന്റ് 6ാം ക്ലാസ്സുകാരന് പോയാൽ അവനതിന് അന്ന് ആവശ്യമില്ലത്. അവൻ ബാക്ക് അടിക്കും. അപ്പൊ JEE കണ്ടന്റ് നീറ്റുകാർക്ക് പോയാലും ബാക്ക് അടിക്കും. അപ്പൊ എല്ലാത്തിനും എക്സ്ക്ലൂസീവ് ആയപ്പോൾ ആ ടാർഗറ്റ് ഓഡിയൻസ് മാത്രമേ അവർ ഇവിടെ എന്ത് ചെയ്യുള്ളൂ വരുള്ളൂ. അപ്പൊ നമുക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടും. ഇറ്റ്സ് ഓൾ ഡിജിറ്റലി. അത് നമ്മൾ പഠിച്ചിട്ട് തന്നെയാണ് ആ സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്. അത്രയും ചാനലുണ്ട്. എല്ലാവരും നമ്മളോട് ചോദിക്കും എന്തിനും ഇത്രയും ചാനൽ ഒറ്റ ചാനലാക്കിയാൽ പോരാ. ഒറ്റ ചാനലാക്കി കഴിഞ്ഞാൽ അതിന്റെ പെർഫോമൻസ് റീച്ചും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്തായിരിക്കും കുറവായിരിക്കും. കാര്യം പല സെഗ്മെന്റ് ഓഫ് ഓഡിയൻസ് ആണ് വരുന്നത്. മനസ്സിലായി. ഇൻഫ്ലുവൻസറുടെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് എല്ലാം അവിടെ എല്ലാ കണ്ടന്റും കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇത് പലതും പല കണ്ടന്റുകളാണ്. SSC-ക്കുള്ള കണ്ടന്റ് വേറെയാണ്, CA-ക്കുള്ള കണ്ടന്റ് വേറെയാണ്. അപ്പൊ അതെല്ലാം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാനലിലാണെങ്കിൽ ആ ഓഡിയൻസ് മാത്രം അവിടെ വന്നത് വൃത്തിയിൽ കണ്ടതിന് ബെറ്റർ റീച്ച് കിട്ടി അവർ പോകും. അപ്പൊ ഞാൻ ഈ ഭാഗത്ത് കുറച്ചുകൂടി ചോദിക്കുന്നുണ്ട്, ഡബിൾ ഡൗൺ ചെയ്യുന്നത്. അതായത് ഇപ്പൊ 8ാം ക്ലാസ്സിലുള്ള ആള് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലുള്ള ആള്, അപ്പൊ അവര് ക്ലാസ് മാറുമ്പോ അവര് ആ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പുതിയ ചാനൽ സ്വിച്ച് ഓവർ ചെയ്യാന്നുള്ളതാണ് പ്രോസസ്. ഒരു പ്ലേ ബുക്ക് ഒരു പീരീഡ് ആവുന്ന സമയത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറയാറുണ്ട്. പക്ഷെ അടുത്തൊരു സെറ്റ് ഓഫ് ആളുകൾ വരുമ്പോൾ അത് എന്ത് ചെയ്യും, അപ്പാറുണ്ട്. അങ്ങനെയാണത്.